ഈ മുഖം കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പന്തി തോന്നുന്നില്ലല്ലേ? ഞാനൊരു ആഗ്രഹം പറഞ്ഞു എന്നുള്ള നേരാണ്. പക്ഷേ ഇത് എന്നോടുള്ള പ്രതിഷേധമല്ല, KSEBിയോടുള്ള പ്രതിഷേധമാണ്. കാരണം പണി കൊടുത്തത് KSEB ആണ്. അപ്പോൾ ഫ്ലാഷ് ബാക്ക്. അമ്മ ഈ കടച്ചക്ക എവിടുന്നാ? അമ്മ എനിക്കിത് പണ്ട് കൊച്ചി ഉണ്ടാക്കുന്ന പോലെ കടച്ചക്ക തോരൻ വെച്ച് തരുമോ? എവിടുന്ന് കിട്ടിയെങ്കിൽ ഞാൻ തോരൻ വെച്ചത് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ടാണ് കയറിയത്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. കടച്ചക്ക തോരൻ. കടച്ചക്ക എന്ന് തന്നെയല്ലേ എല്ലാവരും പറയാറ്? വേറെ എന്തെങ്കിലും പറയാറെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ കടച്ചക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒത്തിരി വറുത്തൊന്നും എടുക്കണ്ട, ആ ഒരു വെള്ളമയം പോത്തൊക്കെ രീതിയിട്ട്. എന്നിട്ട് തീ ഓഫ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗരം മസാല ടേസ്റ്റ് നല്ലോണം നിൽക്കണം. പിന്നെ കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കുക. എന്നിട്ട് കടച്ചക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സവോള, പച്ചമുളക്, കരിവേപ്പില ഇത്രയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഇനിയാണ് കേട്ടോ KSEBിയുടെ പണി കിട്ടിയത്. കാരണം കറണ്ട് പോയി. അമ്മ അരകല്ലിൽ അരയ്ക്കേണ്ടി വന്നു. അമ്മ KSEBിയെ ചീത്ത വിളിച്ചുകൊണ്ട് അരകല്ലിൽ നിന്ന് അരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അരച്ചാൽ ശരിയാത്തില്ലെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അരയ്ക്കുവാണേ. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് കടച്ചക്ക ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒത്തിരി വെന്തങ്ങ് പോകരുത്, നമുക്കൊരു കഷ്ണമായിട്ട് കടിക്കാൻ കിട്ടണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ ഒരു അരപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ആ ഒരു അരപ്പ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ അടിപൊളി കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയോ? ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. അടിപൊളി സാധനം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.